Hi students. Next, we are going to discuss hedonism. So, നമ്മളിപ്പോൾ എടുക്കുന്ന ചാപ്റ്റർ യൂണിറ്റ് 1 തിയറി ഓഫ് ഗുഡ്നെസ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുഡ്നെസ് എന്താണ്, വാട്ട് ഈസ് ഗുഡ്, അതേപോലെ തന്നെ വാട്ട് ഈസ് പ്ലഷർ, വാട്ട് ഈസ് ഹാപ്പിനെസ്, വാട്ട് ഈസ് ഇൻട്രിൻസിക് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഗുഡ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ഹെഡോണിസം ആണ്. പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. അത് തിയറി. ഹെഡോണിസം എന്ന് പറയുന്ന ഒരു എത്തിക്കൽ ഫിലോസഫിയാണ്. അതിൽ പറയുന്നതാണ് പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് കോൺസ്റ്റിറ്റ്യൂട്ട് അൾട്ടിമേറ്റ് ഗുഡ്. പ്ലഷർ അതേപോലെ ഹാപ്പിനെസ്, അതിലൂടെ നമുക്ക് എന്താണ് അൾട്ടിമേറ്റ് ഗുഡ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഗുഡ്നെസ് ആണ് എന്നാണ് പറയുന്നത്. അൾട്ടിമേറ്റ് ഗുഡ് ആണ്. അതായത് സംതിങ് ഈസ് നോർമലി ഗുഡ് ഓർ റൈറ്റ് if it promotes or tends to promote maximum happiness to the maximum number of people in the long run. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യം ഗുഡ് ആണെന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം, നോർമലി അതിലൂടെ ആ ഒരു ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ടെൻഡ് ടു പ്രൊമോട്ട് മാക്സിമം ഹാപ്പിനെസ് ടു മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ലോങ് റൺ. കൂടുതൽ ആൾക്കാർക്ക് കൂടുതൽ സന്തോഷം, കൂടുതൽ സമയം നൽകുന്നുവെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസിനെ നമുക്ക് എന്ത് പറയാം, ഗുഡ് എന്ന് പറയാം. അതന്നെയാണ് ഹെഡോണിസത്തിലും പറയുന്നത്. According to hedonism, only that pleasure is intrinsically good that is worth having for its own sake. അതായത് ഒരു ഇൻട്രിൻസിക് ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ, അതായത് ഓട്ടോമാറ്റിക്കലി അത് ഗുഡാണ്. അതായത് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഗുഡാണ്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രിൻസിക് വാല്യൂ ആണ്, ഇൻട്രിൻസിക് ഗുഡാണ്. എക്സ്ട്രിൻസിക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഇൻട്രിൻസിക് ഗുഡ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ എക്സ്ട്രിൻസിക് ഗുഡ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റൽ ഗുഡ് എന്ന് പറയും. സോ ഇവിടെ പറയുന്നത് എന്താണ്, ഓൺലി ദാറ്റ് പ്ലഷർ ഈസ്, ഏത് പ്ലഷറാണ് ഇൻട്രിൻസിക്കലി ഗുഡ് ആവുന്നത്, അതിന് സ്വന്തമായിട്ടൊരു വാല്യൂ ഉള്ളപ്പോഴാണ് അത് ഗുഡ് ആവുന്നത്. ഈ ഒരു തിയറി പ്രകാരം ദ മോർ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ആർ ഇൻ ദ വേൾഡ് ദ ബെറ്റർ ഇറ്റ് ഈസ്. അല്ലെ, എത്രത്തോളമാണ് നമ്മുടെ ലോകത്ത് ഹാപ്പിനെസ്സും പ്ലഷറും ഉള്ളത് അത്രത്തോളം എന്താണ് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്, ബെറ്റർ ആയിരിക്കും. ലൈഫ് കണ്ടെയ്നിങ് ദ മോസ്റ്റ് ഇൻട്രിൻസിക് ഗുഡ് ഈസ് ദ വൺ ദറ്റ് കണ്ടെയ്നിങ് മാക്സിമം പ്ലഷർ ആൻഡ് ലീസ്റ്റ് ഡിസ്പ്ലഷർ. അപ്പൊ നമുക്കൊരു ജീവിതത്തിൽ കൂടുതൽ ഇൻട്രിൻസിക് ഗുഡ്, നമുക്ക് അതിൽ ഓൾറെഡി ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, പ്ലഷറും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോ ഹെഡോണിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം എന്താണ്, ഹാപ്പിനെസ്സും അതേപോലെ തന്നെ പ്ലഷറും ഇൻട്രിൻസിക്കലി ഗുഡാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഹെഡോണിസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, there are many things that the hedonist would consider good, but only pleasure and happiness are considered intrinsically good. ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ പ്ലഷറും ഹാപ്പിനെസ്സും ഇൻട്രിൻസിക്കലി ഗുഡ് ആണെന്ന് പറഞ്ഞു. സോ അതിലൊരു എക്സാമ്പിൾ പറയുന്നത് വർക്ക് ഓഫ് ആർട്ട് ആർ ഗുഡ് ഇൻ ദാറ്റ് ദേ പ്രൊവൈഡ് ദ പോസിബിലിറ്റി ഓഫ് പ്ലസന്റ് എസ്തെറ്റിക് എക്സ്പീരിയൻസ്. എസ്തെറ്റിക് എക്സ്പീരിയൻസ് പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യാത്മകമായിട്ടുള്ള അപ്രീസിയേഷൻ ഒക്കെ നൽകുന്ന ഈസ്തെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കല അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ് പ്ലസന്റ് നൽകുന്നുണ്ട്, നമുക്കൊരു അപ്രീസിയേഷൻ ലഭിക്കും. അതൊരു അതിന്റെ ഭംഗി, അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കലയുടെ പ്രോത്സാഹനം, ഇതൊക്കെ ഈസ്തെറ്റിക് എക്സ്പീരിയൻസ് ആണ് അവിടെ വരുന്നത്. They are sometimes said to have a specified kind of inherent value. So ഇതിനൊക്കെ ഒരു ഇൻഹെറന്റ് വാല്യൂ ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഓട് അല്ലെങ്കിൽ ഇഷ്ടിക അല്ലെങ്കിൽ ചുണ്ണാമ്പ്, അതുകൊണ്ട് അതെന്ത് പറയാൻ പറ്റില്ല, അതിന് ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് പറയാൻ പറ്റില്ല. എന്താ കാരണം, അതുകൊണ്ട് നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. അതിലൂടെ നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴാണ് അവിടെ എന്ത് കിട്ടുന്നുള്ളൂ, ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം കിട്ടുന്നു. സോ അതൊക്കെ ഇൻസ്ട്രുമെന്റൽ വാല്യൂസ് ആണ്. നമുക്കൊരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കിട്ടാനുള്ള ഇൻസ്ട്രുമെന്റൽ വാല്യൂസ് ആയിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ പറയാം. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്ട്രുമെന്റലി ഗുഡ് ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇൻസ്ട്രുമെന്റലി ഗുഡ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഗുഡ് അല്ല, അൾട്ടിമേറ്റ് ഗുഡിലേക്കുള്ള മാർഗം, അതാണ് ഇൻസ്ട്രുമെന്റലി ഗുഡ് എന്ന് പറയുന്നത്.
അൾട്ടിമേറ്റ് ഗുഡ്നെസ് കിട്ടാനുള്ളത്. ഓണസ്റ്റി, ബെനവലൻസ്. ബെനവലൻസ് എന്ന് പറഞ്ഞാൽ പരോപകാരം, ഓണസ്റ്റി സത്യസന്ധത, ഓണസ്റ്റി. പിന്നെ ട്രൂത്ത്, നോൺ സ്റ്റീലിംഗ്. നോൺ സ്റ്റീലിംഗ് പറഞ്ഞാ കക്കാതിരിക്കുക അല്ലെ. ഇൻഡസ്ട്രിയസ്നെസ് പറഞ്ഞാൽ അധ്വാനശീലം. ഇതൊക്കെ എന്താണ്? ഇൻസ്ട്രുമെന്റൽ വാല്യൂ ആണ്. മോറൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ദോസ് ദാറ്റ് ടെൻസ് ടു മേക്ക് വൺ ആൾ ബെറ്റർ ഹ്യൂമൻ. മോറൽ ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളൊരു നല്ല ജീവിതം, ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാൻ സഹായിക്കുന്ന ക്വാളിറ്റീസിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? മോറൽ ക്വാളിറ്റീസ് എന്ന് പറയാം. അപ്പൊ അതിൽ കറേജ്, അതേപോലെ ത്രിഫ്റ്റ്, ഇതൊക്കെ മോറൽ ക്വാളിറ്റീസ് ആണ്. പിന്നെ നോളേജിന്റെ കേസ് പറയുകയാണെങ്കിൽ അക്വിസിഷൻ ഓഫ് നോളേജ് എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷെ അതിന്റെ പർപ്പസ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് നമുക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോളേജ് ഉപയോഗിക്കുന്നതെങ്കിൽ അതെന്താണ്? ഗുഡാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം ഫിസിക്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സഹായിക്കും. പക്ഷെ ഒരു ആറ്റം ബോംബ് കണ്ടെത്താനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഫിസിക്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ അപ്പൊ അവിടെ നമ്മൾ നല്ല കാര്യത്തിനല്ല ഉപയോഗിക്കുന്നത്. സോ അപ്പൊ അവിടെ അത് ഗുഡാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറഞ്ഞത് ഇതിൽ പറയുന്നത് ഇപ്പൊ ഒരു ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് കിട്ടുന്നത് ചിലപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സമയത്ത് അവർക്കൊക്കെ എന്താണ് ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് അവരുടെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എപ്പോഴും ഗുഡ് ആയിക്കൊള്ളണമെന്നില്ല. നല്ല കാര്യത്തിലായിരിക്കില്ല അവർക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഏത് രീതിയിലാണെന്ന് കൂടി നമ്മൾ നോക്കണം. അപ്പോഴത് ഗുഡ് ആവാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് എത്തിക്കൽ പ്ലൂറലിസം. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സമയത്ത് ഒന്നിലധികം അല്ലെ കൾച്ചറും കാര്യങ്ങളും പ്ലൂറൽ, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. പ്ലഷർ ഓർ ഹാപ്പിനെസ് ഈസ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി ഗുഡ്. Other thinkers who are critical of hedonism also don't deny this view, but at the same time they accept other things also as instinctively good. അപ്പോൾ ഈ എല്ലാവരും ഹെഡോണിസം എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. അപ്പൊ നമുക്കറിയാം ഫിലോസഫി എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാവും. അപ്പൊ ഹെഡോണിസം എന്ന് പറയുന്ന ഫിലോസഫി എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, പലരും അതിനെ എതിർക്കുന്നുണ്ട്. അതില് ഹെഡോണിസത്തിലെ പ്ലഷർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക്കലി ഗുഡ് ആണ് എന്ന് ആണ് ഹെഡോണിസത്തിൽ പറയുന്നത്. അതൊരുവിധം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനെ ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും വേറെ ചില കാര്യങ്ങൾ കൂടി ഇൻട്രിൻസിക്കലി ഗുഡായിട്ട് മറ്റ് ഫിലോസഫേഴ്സ് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് നോളേജ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നോളേജ് ഗുഡ് തന്നെയാണ്. നോളേജ് എന്ന് പറയുന്ന പവർ ഓഫ് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് നമ്മുടെ മനുഷ്യന് പുരോഗതിക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട പവർ ആണ് നോളേജ് എന്ന് പറയുന്നത്. പക്ഷെ നോളേജ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ് ആൻഡ് പ്ലഷർ, ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കണക്കാക്കുന്നത്? ഈ പറയുന്ന നോളേജിനെ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് നോളേജ് വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്കിപ്പോ അസുഖങ്ങൾ വരികയാണ്, അതില് നമുക്ക് പകർച്ചവ്യാധികളുണ്ട്. അതായത് ചില അസുഖങ്ങൾ നമുക്ക് സ്പ്രെഡ് ആവുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ ആ നോളേജ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് അസുഖം വരുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വരുന്ന ഒരുപാട് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ നോളേജിലൂടെ സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ നോളേജ് നല്ലതാണ്. പക്ഷെ അത് നമ്മൾ വേറെ അതിന്റെ യൂസേജ് വ്യത്യാസം വരുമ്പോഴാണ്, അറിവിന് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് ബാഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ നോളേജ് ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്ന് ആരും പറയുന്നില്ല, എല്ലാവരും അത് ഇൻസ്ട്രുമെന്റൽ ആണ് എന്നാണ് പറയുന്നത്. ഹാപ്പിനെസ് ആൻഡ് ലിബർട്ടി ആണ് ഇൻട്രിൻസിക് എന്ന് പറയാൻ പറ്റും. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ സഹജമായ, നൈസർഗികമായ. അപ്പൊ ഹെഡോണിസത്തിൽ പറയുന്നത് ഹാപ്പിനെസ് ഇൻട്രിൻസിക്കലി ഗുഡ് ആണ്. പക്ഷെ എന്ത് ഇൻട്രിൻസിക്കലി ഗുഡ് അല്ല? നോളേജ് ഇൻട്രിൻസിക്കലി ഗുഡ് അല്ല. നെക്സ്റ്റ് ടോപ്പിക് മോറൽ ക്വാളിറ്റീസ്. ധാർമ്മികമായ, മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാർമ്മികത എന്നൊക്കെ പറയും. മോറൽ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്.
അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് മാത്രമല്ല, ഹെഡോണിസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താ, ഹാപ്പിനെസ് മാത്രമല്ല വേറെ ഒരുപാട് ഇൻട്രിൻസിക്കൽ വാല്യൂസ് ഉണ്ട്, ക്വാളിറ്റീസ് ഉണ്ട് എന്ന് പറയും. ഇൻട്രിൻസിക് വർത്ത് ഉള്ള ക്വാളിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? കൈൻഡ്നെസ്, ദയ, ഓണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്, ബിനവലൻസ്. ബെനവലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരം. അതേപോലെ തന്നെ ലോയൽറ്റി, ജനറോസിറ്റി, ഗുഡ്വിൽ. ഇതൊക്കെ പല വാല്യൂസിലും നമുക്ക് വാല്യൂബിൾ ഇൻ ദംസെൽഫ്, ഇൻട്രിൻസിക് വാല്യൂ ആണ്. പക്ഷെ ഹെഡോണിസ്റ്റ് ഈ പറയുന്ന എല്ലാ ക്വാളിറ്റിനെയും എന്ത് പറയുന്നില്ല, ഇൻട്രിൻസിക് ആണെന്ന് പറയുന്നില്ല. ചില കാര്യങ്ങൾ മാത്രമാണ് ഇൻട്രിൻസിക് ആവുന്നുള്ളൂ, ബാക്കിയൊക്കെ ഇൻസ്ട്രുമെന്റൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു ആക്ടിവിറ്റി എടുത്താലും അത് ഒന്നുകിൽ നല്ലതായിരിക്കും, അത് ചീത്തതായിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ എല്ലാതും എന്താവണമെന്നില്ല, ഇൻസ്ട്രുമെന്റലി ഗുഡ് ആവണമെന്നില്ല. അതായത് ഗുഡും ആവാം, ഇൻസ്ട്രുമെന്റലി ഗുഡ് ആവാം. അതും എല്ലായ്പ്പോഴും ആവണമെന്നില്ല, അവിടെ ബാഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലോയൽറ്റി, ഓണസ്റ്റി ആൻഡ് ജനറോസിറ്റി ആർ ഈവിൾ വെൻ യൂസ്ഡ് ഫോർ ബാഡ് കോസ്. ഇപ്പൊ ലോയൽറ്റി ഉണ്ട്, ഓണസ്റ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ജനറോസിറ്റി, ഇതെല്ലാം നമ്മൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ്. ബാഡ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ അത് ഈവിൾ ആണെന്ന് പറയാം. ഇപ്പൊ നമുക്കറിയാം ചില ആൾക്കാർ മതഭ്രാന്തന്മാര്, ചില അല്ലെ ടെററിസ്റ്റുകളെ പോലുള്ള ആൾക്കാർ, അതല്ലെങ്കിൽ ചില രാഷ്ട്രീയ പാർട്ടിയില് അത്രയും രാഷ്ട്രീയം തലക്കി പിടിച്ച ആൾക്കാർ, അല്ലെങ്കിൽ മതം തലക്കി പിടിച്ച ആൾക്കാർ. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇത് പറയുന്നത് എന്തോ അത് നല്ലതാണെന്നാണ് അവരുടെ അർത്ഥം. അവരെ സംബന്ധിച്ചിടത്തോളം കുറെ ആൾക്കാരെ കൊല്ലുന്നു അല്ലെ, അതൊന്നും അവർക്ക് നല്ലതാണ് അവരുടെ വിശ്വാസപ്രകാരം. സോ ലോയൽറ്റി, അവർക്ക് ആ രാഷ്ട്രീയ പാർട്ടിനോടുള്ള ലോയൽറ്റി അല്ലെങ്കിൽ അവരുടെ മതത്തിനോടുള്ള ലോയൽറ്റിയാണ് അവർ കാണിക്കുക. പക്ഷെ അത് മറ്റുള്ളവരെ കൊന്നിട്ടായിരിക്കും. സോ അപ്പൊ അത് ഗുഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ലോയൽറ്റി എല്ലായ്പ്പോഴും എന്താവണമെന്നില്ല, ഗുഡ് ആയിരിക്കണമെന്നില്ല. പിന്നെ സത്യസന്ധത എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഗുഡ് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു രോഗിയോട് സത്യം പറയാണ്, നിങ്ങളുടെ അസുഖം ഒരിക്കലും മാറില്ല എന്ന് ഡോക്ടർക്ക് പറയേണ്ടി വരിക എന്ന് വിചാരിക്കുക. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അത് പെട്ടെന്ന്, അതായത് കുറച്ചു കാലം കൂടി ജീവിച്ചിരിക്കേണ്ട ആള് വളരെ പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ അതാണ് ചില ഇതെന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് നല്ലതാണ്, പക്ഷെ ചില കേസിൽ അത് നല്ലതല്ല. സോ എല്ലായ്പ്പോഴും ഇൻട്രിൻസിക്കലി ഗുഡ് എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. ഇവിടെ പറയുന്നത്, ലാസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, the exercise of desirable human traits is not merely an instrument for achievement of greater human happiness. These traits are desirable in themselves. People usually value for themselves. The more kindness, fairness, generosity, goodwill, wisdom, etc. prevail in the world, the better becomes the place. അതായത് ഈ ലോകത്ത് കൈൻഡ്നെസ്, ഫെയർനെസ്, ജനറോസിറ്റി ഇതൊക്കെ എത്രത്തോളം കൂടുതൽ നിലനിൽക്കുന്നോ അത്രത്തോളം ആ നാട് നന്നാവും എന്നാണ് പറയുന്നത്. അടുത്തത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവണം അവരല്ലേ, നമുക്ക് നമ്മളെ കുറിച്ചൊരു റിയലൈസേഷൻ ഉണ്ടാവണം, സെൽഫ് റിയലൈസേഷൻ. അതിൽ ഒരു 4 വരി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അതാണ് കറക്റ്റ് സെന്റൻസ്. ദിസ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദ സെൽഫ്. ഒരു 7th 8th ലൈനിൽ പറയുന്നുണ്ട്, മാസ്ലോന്റെ ഒക്കെ താഴെ. ദിസ് ഈസ് ദ റിയലൈസേഷൻ ഓഫ് ദ സെൽഫ്, ദ എക്സ്പീരിയൻസ് ആൻഡ് അവയർനെസ് ഓഫ് ദ സിന്തസിസ് ഇൻ സ്പിരിച്വൽ സെന്റർ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് അറിയാം. സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ റിയലൈസേഷൻ ഓഫ് ദ സെൽഫ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അവയർനെസ്,
അതേപോലെ ആത്മീയ സ്പിരിച്വൽ സെന്ററുമായിട്ട് സിന്തസൈസ് ചെയ്തുകൊണ്ട് നമുക്കുണ്ടാവുന്ന അറിവ്, തിരിച്ചറിവ്. നമ്മുടെ സ്പിരിച്വൽ സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിന് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാവും. സോ വാട്ട് ഈസ് ഗുഡ്, വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷനിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും, എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത പാരഗ്രാഫിൽ കറക്റ്റ് പറയുന്നത്, അക്കോർഡിംഗ് ടു ദി വ്യൂ ഓഫ് എ പ്രൊപ്പോണന്റ് ഓഫ് സെൽഫ് റിയലൈസേഷൻ, the only thing is that good for its own sake is the development of man's best capacities as human being. സെൽഫ് റിയലൈസേഷനിൽ പറയുന്നത് ഒരേ ഒരു കാര്യം നല്ലതെന്ന് പറയാനുള്ളത് എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് മാൻസ് ബെസ്റ്റ് കപ്പാസിറ്റി ആസ് ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യൻ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് ഏറ്റവും നല്ല കാര്യം. അതായത് മനുഷ്യന് മറ്റുള്ള ജീവജാലങ്ങളെ അപേക്ഷിച്ച് തിരിച്ചറിവ് അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ. മറ്റു മൃഗങ്ങൾക്കും മറ്റു സ്പീഷീസിനൊന്നും ഇതറിയില്ല. എന്താണ് ശരി, എന്താണ് മോറൽസ്, എന്തൊക്കെയാണ്, ഇതൊന്നും മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ല. മനുഷ്യന് മാത്രമാണ് ഇതുള്ളൂ. Man is endowed with different capacities. Proper realization of which lead to full human development. മനുഷ്യന് ഒരുപാട് കപ്പാസിറ്റീസ് ഉണ്ട്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിന് അതുകൊണ്ട് സാധിക്കും. പലപ്പോഴും മനുഷ്യന് ഇത് മുഴുവൻ മനസ്സിലാവുന്നില്ല, റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നു. അപ്പൊ മനുഷ്യന് ഒരുപാട് കഴിവുകളുണ്ട്. സോ അത് മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് മാറുന്നു. അതായത് മനുഷ്യന് ഒരു ഹ്യൂമൻ ക്വാളിറ്റീസ് അല്ലാതെ ഇൻസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യാലിറ്റീസ് ഉള്ളിൽ തന്നെ കഴിവുകളുണ്ട്. ഇവിടെ മോറൽ ക്വാളിറ്റീസ് ആയിട്ടുള്ള ജനറോസിറ്റി, ട്രൂത്ത്, നോൺ വയലൻസ്, ഫിസിക്കൽ, മോറൽ ആൻഡ് ഇന്റലക്ച്വൽ എബിലിറ്റി, സ്കിൽ, ഇതൊക്കെ മനുഷ്യന് സ്വമേധയാ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യന്റെ കഴിവുകളെല്ലാം നമ്മൾ മറ്റുള്ള കപ്പാസിറ്റീസ് ഫോർ ഗ്രോത്ത് നമ്മൾ മൃഗങ്ങളുമായി എല്ലാവർക്കും ഷെയർ ചെയ്യും. നമ്മൾ കഴിവുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു യുണീക്ക് കഴിവാണുള്ളത്. ഈ പറയുന്ന മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ്, അല്ലെങ്കിൽ പ്രിവിലേജസ് ഉണ്ട്. അതായത് ഈ സെൽഫ് റിയലൈസേഷൻ, അതേപോലെ അല്ലെ, എന്താണ് ശരി, എന്താണ് തെറ്റ്, മോറൽ ക്വാളിറ്റി, ഇതൊന്നും മറ്റ് ജീവജാലങ്ങൾക്ക് ഇല്ല. All living species except man are programmed by nature to perform actions required for their survival. അതായത് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനൊഴികെയുള്ള, എക്സെപ്റ്റ് മാൻ, മനുഷ്യനൊഴികെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുണ്ട്. എന്താണ്? അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, സർവൈവ് ചെയ്യാൻ. അവർക്ക് എന്ത് ചെയ്യണം, സർവൈവലിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം എന്ന് അവരെ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ മനുഷ്യന് മാത്രമാണ് കപ്പാസിറ്റി ടു ചൂസ് ആക്ഷൻ. മറ്റുള്ളവർക്ക് ഓൾറെഡി അവർ ഇതാണ് ചെയ്യുള്ളൂ. ഇപ്പൊ ഒരു മൃഗത്തിനെ ഒരു പൂച്ചയോ അങ്ങനെ എന്ത് ജീവിയാണെങ്കിലും ആ ജീവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം വരുമ്പോൾ അത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് ഓൾറെഡി അതിന് പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുണ്ട്. അവർ അങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുള്ളൂ. അവിടെ ചൂസ് ചെയ്യണ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന മനുഷ്യന് മാത്രമാണ് എന്ത് ചെയ്യാനുള്ള കഴിവുള്ളൂ, തെരഞ്ഞെടുക്കുക, എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള കഴിവുള്ളൂ. ചൂസിങ് എ കോഡ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് അല്ലെ. ശരി എന്താണ്, തെറ്റ് എന്താണെന്ന് പറയുന്ന ഒരുപാട് എത്തിക്സ് ഉണ്ട്. അപ്പൊ മനുഷ്യന്റെ എന്ന് പറയുന്നത്, സോ ദിസ് ഇസ് ദസ് ഇൻ ദിസ് സിസ്റ്റം ഓഫ് എത്തിക്സ് man's life is the ultimate value.
that all other values are including happiness. അപ്പൊ ഇവിടെ ഈ ഒരു സിസ്റ്റം, എത്തിക്സിന്റെ സിസ്റ്റം പ്രകാരം മനുഷ്യന്റെ ജീവിതമാണ് അൾട്ടിമേറ്റ് വാല്യൂ, ലൈഫാണ് വാല്യൂ എന്ന് പറയുന്നത്. ബാക്കി എല്ലാം എന്താണ്, അത് സെർവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് ഈ നമ്മുടെ ലൈഫിന് വേണ്ട കാര്യങ്ങളാണ് ഈ പറയുന്ന ഹാപ്പിനെസ് ആയാലും എല്ലാം. അപ്പൊ ലൈഫാണ് അൾട്ടിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണ്. പിന്നെ വേറെ ആൾക്കാരുടെ തിയറീസ് പറയുന്നുണ്ട്. അവിടെ മനുഷ്യന് മാത്രമാണ് ചൂസ് ചെയ്യാനും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും ഒക്കെ ഉള്ള കഴിവുള്ളൂ. അപ്പൊ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും, നല്ലത് എന്താണോ ചീത്തത് എന്താണോ എന്ന് അറിയാൻ പറ്റും. സോ മാൻ ഈസ് നോട്ട് ബോൺ, അത് പക്ഷെ മനുഷ്യന് ജന്മനാ കിട്ടുന്നതല്ല അല്ലെ. എന്താണ് ശരി എന്താണ് തെറ്റത്, അപ്പൊ നോളേജിലൂടെയാണ് കിട്ടുന്നത്. ടു അക്വയർ ദിസ് നോളേജ് മാൻ മസ്റ്റ് തിങ്ക് ആൻഡ് തിങ്ക് ടു ആക്ട് ഓഫ് ചോയ്സ്. അങ്ങനെ നോളേജ് കിട്ടണമെങ്കിൽ മനുഷ്യൻ ചിന്തിക്കണം, എന്നിട്ട് ചോയ്സിലൂടെ തീരുമാനങ്ങൾ എടുക്കണം. Thus, if a man is to live, he must choose to think and hold life of his standard of value. Code of values that his life requires is a code of ethics. അപ്പോൾ ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും, അത് പ്രകാരമാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പൊ ആ ഒരു ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ അവർ തിരഞ്ഞെടുക്കണം. അപ്പൊ അവിടെ നല്ലത് ഏതാണോ ചീത്തത് ഏതാണോ അവന് മനസ്സിലാവും. അപ്പൊ സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു തിരിച്ചറിവ്, അത് മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റു ജീവജാലങ്ങൾക്ക് ഒന്നുമില്ല. അപ്പൊ മനുഷ്യന് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം, നല്ലത് എന്താ ചീത്തത് എന്താന്ന് അറിയാനുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അതാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ തിയറി ഓഫ് ഗുഡ്നെസ് ആണ്, അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു. ഇവിടെ നമ്മൾ എന്താണ് ഗുഡ് അല്ലെ, എന്താണ് പ്ലഷർ, എന്താണ് ഹാപ്പിനെസ് എന്നൊക്കെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് തിയറീസ് ഓഫ് കോണ്ടക്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ, ഈവനിങ് ക്ലാസ്സിലുണ്ടാവും. ഓക്കെ.